കുറച്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാട്ടോ. കൊയിലാണ്ടി എന്ന നമ്മുടെ ചെറിയ പട്ടണത്തിൽ നിന്ന് എറണാകുളം ജില്ലയെന്ന ആ വലിയ നഗരത്തിലേക്ക് ഞാൻ വണ്ടി കയറി. സർക്കാർ സർവീസിലേക്കൊന്നുമല്ല, ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ഇന്റർവ്യൂവിനു വേണ്ടിയാണ്. രാവിലത്തെ ലോക്കൽ ട്രെയിനിൽ തന്നെ പോന്നതുകൊണ്ട് വിചാരിച്ചതിലും നേരത്തെ സ്ഥലത്തെത്തി. കയ്യിൽ കിട്ടിയ ടോക്കൺ നമ്പർ 28. പക്ഷേ അവിടെ ചെന്നപ്പോഴല്ലേ പൂരം. ഓരോരുത്തരെയും ഇന്റർവ്യൂ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ചോദിക്കാൻ മാത്രം ഇതിനകത്തെന്തിരിക്കുന്നു എന്നാലോചിച്ച് ഞാൻ വെറുതെ അങ്ങനെ ഇരുന്നു. ചുറ്റും നോക്കിയപ്പോൾ ഇന്റർവ്യൂ കാത്തിരിക്കുന്ന എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു അലസത. ഒരു വിധത്തിൽ ആ കടമ്പകളെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. സമയം ഉച്ചയായിട്ടുണ്ട്. രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല, വയറ്റിൽ നിന്നതാ വിശപ്പിന്റെ വിളി തുടങ്ങി. ഞാൻ പതിയെ കീശയിൽ കൈയിട്ടു നോക്കി. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എടുത്തുവെച്ച മടക്ക ടിക്കറ്റ് അവിടെ ഭദ്രമായുണ്ട്. പിന്നെ കൂടെയുള്ളത് വെറും 80 രൂപ മാത്രം. വേറെ പൈസയൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് വലിയ ഹോട്ടലുകളൊന്നും നോക്കിയില്ല. ഒരു ചെറിയ ഹോട്ടലിൽ കയറാമെന്ന് വെച്ച് കുറേ ദൂരം നടന്നു. ഒടുവിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കട കണ്ടു. ഭാഗ്യം, പുറത്ത് വലിയൊരു ബോർഡുണ്ട്, ഊൺ 60 രൂപ. കയ്യിൽ 80 രൂപയുണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ ധൈര്യമായിട്ട് തന്നെ ഞാൻ ഉള്ളിലേക്ക് കയറി. പക്ഷേ പുറത്തുനിന്ന് കാണുന്നതുപോലെയല്ല, അകത്ത് നല്ല ഒന്നാന്തരം തിരക്ക്. ഒരു സീറ്റ് പോലും ഒഴിവില്ല. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദാ ഒരു മേശയ്ക്ക് ചുറ്റിലും 3 സ്ത്രീകളിരിക്കുന്നു. അതിലൊരാൾ ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റുപോയി. എന്റെ നിൽപ്പ് കണ്ടിട്ടാവാം, അതിൽ സാരിയുടുത്ത ഒരു സ്ത്രീ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, "ഇവിടെ ഇരുന്നോളൂ." സ്ത്രീകളുടെ ഇടയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ അല്പം ചമ്മലൊക്കെ തോന്നിയെങ്കിലും കഠിനമായ വിശപ്പും വേറെ സീറ്റില്ലാത്തതും കാരണം ഞാൻ അവിടെ തന്നെ ഇരുന്നു. മേശ അപ്പോഴും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ബിരിയാണിയുടെയും വറുത്ത മീനിന്റെയും പച്ചക്കറികളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ അവിടെത്തന്നെയുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ബംഗാളി ചെക്കൻ വന്ന് നല്ല വൃത്തിയായി മേശ ക്ലീനാക്കി തന്നു. അപ്പോഴേക്കും വെയിറ്റർ അടുത്തുവന്ന് ചോദിച്ചു, "എല്ലാവർക്കും ഊണാണോ അതോ ബിരിയാണിയോ?" ഞാൻ ഒട്ടും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു, "ഊണ്." ഉടനെ ആ സ്ത്രീകളും പറഞ്ഞു, "ഞങ്ങൾക്കും ഊണ് മതി." അങ്ങനെ 4 നാക്കിലയും 4 ചില്ല് ഗ്ലാസും സ്റ്റീൽ ജഗിൽ നല്ല ചൂട് ചുക്കുവെള്ളവും മേശയിലെത്തി. ഞാനൊരു കൈകൊണ്ട് ഇല തുടയ്ക്കാൻ തുടങ്ങിയതും എന്റെ മുന്നിലിരുന്ന ആ സ്ത്രീ ജഗ്ഗിലെ വെള്ളമെടുത്ത് എന്റെ ഇലയിലേക്ക് അങ്ങോട്ടൊഴിച്ചു തന്നു. ഞാനവരെ നോക്കി ചെറുതായിട്ടൊന്ന് ചിരിച്ചെങ്കിലും അവരത് ശ്രദ്ധിച്ചതേയില്ല. ബാക്കിയുള്ള ഇലകളിലേക്കും വെള്ളമൊഴിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു അവർ. ഇല തുടച്ചു കഴിഞ്ഞതും എന്റെ ഇടതുവശത്തിരുന്ന സ്ത്രീ 4 ഗ്ലാസുകളിലേക്കും വെള്ളമൊഴിച്ചു നിറച്ചു. പിന്നെയാണ് വിഭവങ്ങൾ വരുന്നത്. പച്ചടി, അച്ചാർ, ഉപ്പേരി, തേങ്ങാ ചമ്മന്തി. കൂടെ നല്ല ചോറും മീൻകറിയും പച്ചക്കായയും പരിപ്പും കൊണ്ടുള്ള കൂട്ടാനും. സാധാരണ സ്ത്രീകൾ എവിടെയായാലും നല്ല സംസാരപ്രിയരായിരിക്കുമല്ലോ. എന്നാൽ ഇവിടെ 3 പേരും ഭയങ്കര സൈലന്റായി ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണ്. ആ സമയത്താണ് വെയിറ്റർ ഒരു പാത്രത്തിൽ നല്ല മണമുള്ള രസം കൊണ്ടുവച്ചത്. അതിൽ ഒരു സ്ത്രീ വേഗം തന്നെ ആ രസമെടുത്ത് മറ്റുള്ളവരുടെ ഇലയിലേക്ക് ഒഴിച്ചുകൊടുത്തു. എന്നിട്ട് എന്റെ നേർക്കും നീട്ടി. സാധാരണ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന രസം എനിക്ക് വലിയ താൽപ്പര്യമില്ലാത്തതാണ്, പക്ഷെ എന്തോ ഞാനറിയാതെ തന്നെ കൈനീട്ടി വാങ്ങി. കുടിച്ചപ്പോൾ അബ്ബാ, നല്ല ഒന്നാന്തരം രസം. അതിനിടയിൽ വെയിറ്റർ വീണ്ടും അടുത്തേക്ക് വന്നു. ആ സമയം നോക്കി എന്റെ ഫോൺ അടിച്ചു. വെയിറ്റർ എന്നോട് എന്തോ ചോദിച്ചു, പക്ഷെ ഫോൺ റിംഗ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേട്ടില്ല. അപ്പോഴേക്കും കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ മറുപടി പറയുന്നത് കേട്ടു, "ഓ മതി, ആയിക്കോട്ടെ" എന്ന്. വെയിറ്ററും തലയാട്ടിപ്പോയി. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുന്ന ശീലമായതുകൊണ്ട് ഞാൻ വളരെ പതുക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞങ്ങൾ എഴുന്നേൽക്കട്ടെ എന്നൊരു ചോദ്യം. നോക്കിയപ്പോൾ 3 പേരും ഇല മടക്കിക്കഴിഞ്ഞിരുന്നു. ആവാം എന്ന അർത്ഥത്തിൽ ഞാൻ തലകുലുക്കി. അവർ 3 പേരും എഴുന്നേറ്റു പോയതിനുശേഷം ഞാൻ ബാക്കി ഭക്ഷണവും മുഴുവൻ കഴിച്ചു തീർത്ത് കൈ കഴുകാൻ പോയി. തിരിച്ച് മേശയ്ക്കരികിൽ വന്ന് ബില്ലിനായി കാത്തുനിന്നു. ദാ ലേഡീസ് പേഴ്സ് പോലുള്ള ഒരു കറുത്ത ബിൽ ഫോൾഡറുമായി വെയിറ്റർ വരുന്നു. വന്നിട്ട് എന്നെ നോക്കി ഒരു പ്രത്യേക ചിരി. ആ ചിരിയുടെ അർത്ഥം എനിക്കപ്പോൾ മനസ്സിലായില്ല. അവൻ ബോക്സ് തുറന്നു. അതിൽ 3-4 ടിഷ്യൂ പേപ്പർ ത്രികോണാകൃതിയിൽ മടക്കിവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒന്നെടുത്തു മാറ്റിയതും എന്റെ കണ്ണ് തള്ളിപ്പോയി. ബില്ലിൽ എഴുതിയിരിക്കുന്നു 240 രൂപ. കണക്കിൽ ഞാൻ എപ്പോഴും മുൻപിലായതുകൊണ്ട് വേഗം കാര്യം മനസ്സിലായി. 4 ടൈംസ് 60 സമം 240. അപ്പോൾ വെയിറ്ററോട് അതേ എന്ന് ആ സ്ത്രീകൾ പറഞ്ഞത് ബില്ല് ഒന്നിച്ചു മതിയോ എന്ന ചോദ്യത്തിനായിരുന്നു അല്ലേ? എന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ദൈവമേ, കയ്യിൽ വെറും 80 രൂപ മാത്രം വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ഈ 240 രൂപ ബില്ലടയ്ക്കും? ആ 3 സ്ത്രീകളും എന്നെ സമർത്ഥമായി പറ്റിച്ച് മുങ്ങിക്കളഞ്ഞല്ലോ. ഈശ്വരാ, അവരിനി എവിടെ പോയി നോക്കാനാണ്? പുറത്തെങ്ങും അവരെ കാണാനുമില്ല. ഇതെന്ത് പരീക്ഷണമാണ് എന്ന് വിചാരിച്ച് ആകെ തകർന്നു നിൽക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് എന്റെ ഷോൾഡറിൽ ആരോ തട്ടുന്നു. കൂടെ കുപ്പിവളകളുടെ ഒരു കിലുകിലുക്ക ശബ്ദവും.
എന്നിട്ടൊരു ചോദ്യം, നിങ്ങളുടെ നമ്പർ 28 27 ഇന്റർവ്യൂവിന് കയറിക്കഴിഞ്ഞു, എന്നിട്ടും ഇവിടെ കിടന്ന് ഉറങ്ങിയാലോ? ഈശ്വരാ, അപ്പോൾ ആ ഹോട്ടലും നാക്കിലയിലെ ഊണും രസവും 240 രൂപയുടെ ബില്ലുമൊക്കെ വെറുമൊരു സ്വപ്നമായിരുന്നോ? അതോ ഈ ഇന്റർവ്യൂ ആണോ സ്വപ്നം? പെട്ടെന്ന് 28 എന്ന് ഇന്റർവ്യൂ ഹാളിൽ നിന്ന് ഉച്ചത്തിലുള്ള വിളി കേട്ടു. ഞാൻ ഞെട്ടിപ്പിടഞ്ഞ് ചാടി എഴുന്നേറ്റ് നേരെ ഇന്റർവ്യൂ ഹാളിലേക്ക്. ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാമോ? ഇനിയും ഇതുപോലുള്ള കഥകൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.